നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയാമോ, അതെന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകുമോ, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വൈഫ് കൊള്ളൂല അല്ലെങ്കിൽ ഹസ്ബൻഡ് കൊള്ളൂല, തേർഡ് പാർട്ടിയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെക്കുറിച്ചുള്ള റീഡിംഗ് ആണിത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ തനി നിറം എന്നെങ്കിലും മനസ്സിലാക്കുമോ, അതാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. അപ്പോൾ ഇത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്, അതാണ് ഈ കാർഡ്സ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് ആദ്യത്തെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി. രണ്ടാമത്തെ ചോദ്യം, തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ചോദ്യം, തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണ്. നാലാമത്തെ ചോദ്യം, തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ള ഉദ്ദേശം നിങ്ങളുടെ പേഴ്സൺ എന്നെങ്കിലും മനസ്സിലാക്കുമോ. പിന്നെ ഫൈനൽ ക്വസ്റ്റ്യൻ, പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. ഇന്ന് ശിവഭഗവാന്റെ ഏകാദശിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശിവ സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണെന്ന്. തിരുവാതിര അല്ലേ ഇന്ന് ഭഗവാൻ. പിന്നെ സാധാരണ സ്ത്രീകൾ പുരുഷന്മാരും രാത്രി ഉറക്കം വലിച്ച് തിരുവാതിരയൊക്കെ കളിക്കുന്ന, തിരുവാതിര പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെന്നാണ് പറഞ്ഞത്. മമ്മി പറഞ്ഞതാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഞാൻ ഭയങ്കര വിശ്വാസമാണ് ശിവഭഗവാനിൽ, പക്ഷേ മുഴുവൻ കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ ശിവ മഹേശ്വരനെ കുറിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം അല്ലേ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓക്കെ, എടുക്കാം ഭഗവാനെ. ആദ്യത്തെ കാർഡ്, എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾക്ക് വല്ല ട്രാൻസ്ഫർ ആകുകയോ, നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക് ട്രാൻസ്ഫർ ആയി നിങ്ങൾ കൂടെ പോകാൻ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല മീൻസ് ആദ്യം നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, പക്ഷേ കുറച്ച് ശ്രദ്ധിച്ച് അങ്ങോട്ട് പോകണം എന്നാണ് പറയുന്നത്. കുറച്ച് കോഷ്യസ് ആയിരിക്കണം, അലേർട്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത്, നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണം, കാരണം 7 ചക്രാസ് നമ്മുടെ ബോഡിയിലുള്ള, നമ്മൾക്ക് അസുഖങ്ങൾ വരുന്നത് നമ്മുടെ ബോഡിയിലെ എനർജി കണക്ഷൻ ഫ്ലോ കറക്റ്റ് ആയില്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കറക്റ്റ് ആക്കിയെടുക്കാനുള്ള യോഗ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് ഡിവൈൻ വിസ്ഡം. അപ്പോൾ നമ്മളുടെ ഇൻറ്റ്യൂഷൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളെ ഓരോ തോന്നലുകൾ എന്ന് പറയില്ല, ചിലപ്പോൾ ശരിയാകും കേട്ടോ. അത് തോന്നലായിരിക്കില്ല, അത് ശരിക്കും വരാൻ പോകുന്ന കാര്യങ്ങളായിരിക്കാം. അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പേഷ്യൻസ്, ക്ഷമ വേണം എന്ന് പറയുന്നുണ്ട്. ഇമോഷണൽ കൺട്രോൾ വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കാര്യങ്ങൾക്ക് ഡിലേ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ഇമോഷണൽ ഡിസ്റ്റർബ്ഡ് ആകരുത്. കാരണം കാര്യങ്ങൾ നടക്കാനായിട്ട് ഡിലേ ആവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കാര്യം നടക്കാനുള്ള സമയം ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാർഡ്സാണ് നിങ്ങൾക്ക് ഓറക്കിൾ മെസ്സേജ് വന്നത്. ഇനി തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്. എംപ്രസ് ആണ്
ഇത് ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണിത്. ഇത് എംപറസ്, ചിലപ്പോൾ പ്രായത്തിൽ മുതിർന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഉള്ളത്. ടോറസ് ലീബ്രയാണിത്. വളരെ ഒരു കമ്പനിയുടെ ഓണറോ ഒരു ബോസോ പിന്നെ ബോസിൻ്റെ വൈഫോ അങ്ങനെ ബോസിൻ്റെ ഹസ്ബൻഡോ ആരുമാവാം ഇത്. ഇഷ്ടംപോലെ പണമുള്ള, ഒരു ഫാമൊക്കെ ഉള്ള, ഇഷ്ടംപോലെ പെറ്റ്സ് ഉള്ള ഒരു എനർജിയാണിത്. വിവാഹിതനോ വിവാഹിതയോ ആണ്. ഓക്കെ, ക്ലാരിഫൈ ചെയ്യുന്നത് ഫാദർ ഓഫ് കിങ് ഓഫ് കപ്സ്. വളരെ പ്രൊട്ടക്റ്റീവായ ഒരു റിലേഷൻഷിപ്പാണിത്. വളരെ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിടാനായിട്ട് പ്ലാൻ ഇല്ല. രണ്ടുപേരും വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്നാണ് പറയുന്നത്. ടോറസ്, ലീബ്ര, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ്, പേഴ്സൻ്റെ അഭിപ്രായം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. നമഃശിവായ, നമഃശിവായ. തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. ഓക്കെ, വളരെയധികം ബാഡ് ലക്കിൽ കൂടെ പോയ ഒരാളാണ് തേർഡ് പാർട്ടി. വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു എനർജിയാണ് തേർഡ് പാർട്ടി എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര കഴിവുകളുണ്ട്. ഇവർ ഭയങ്കര ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അവരെപ്പോഴും വളരെ സൗമ്യമായി സംസാരിക്കുന്ന, വളരെ അങ്ങനെ ജാടയൊന്നും ഇല്ലാത്തൊരു എനർജിയാണ്. നല്ല പണവും പ്രതാപവുമുള്ള ഒരു ഫാമിലിയിൽ നിന്നാണെങ്കിലും ഇവർക്ക് അതിൻ്റെതായ ജാടയൊന്നുമില്ലെന്നാണ് തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുപോലെ തന്നെ ഇവരെപ്പോഴും ഇവരുടെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇവർ ഇടപെടില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ ജീവിതത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവർ. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. വളരെയധികം എന്ന് വെച്ചാൽ ഒരു സാധുവായ എനർജിയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ശരിയാവണം എന്നില്ല, നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയാണ് തേർഡ് പാർട്ടിയെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവർ കുറേ നല്ലതും ചീത്തയുമായ സമയങ്ങൾ കണ്ടിട്ടുള്ള, ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ പോയിട്ടുള്ള, വളരെ നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ള, വളരെയധികം വേദന അനുഭവിച്ചിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ കാണുന്നത്. ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ ഉണ്ട്. സ്കോർപിയോ സ്ട്രോങ് ആണ് ഇവിടെ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ കാണുന്നത്. തേർഡ് പാർട്ടി ഇങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ തേർഡ് പാർട്ടി അതുകൊണ്ടാണ് ഒരു പ്രൊട്ടക്റ്റീവ് എനർജി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വളരെ പ്രൊട്ടക്റ്റീവാണ് തേർഡ് പാർട്ടി. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ മനസ്സിലാക്കി നിൽക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി ചിലപ്പോൾ ഒരു അമ്മയാവാം, അമ്മായിയമ്മയാവാം, ഒരു ചേട്ടത്തിയാവാം, ചേച്ചിയാവാം കേട്ടോ. ഈ തേർഡ് പാർട്ടി ഒരു മറ്റൊരു സ്ത്രീ എന്ന് വെച്ചാൽ ഭാര്യ, ഭർത്താവ്, അതിനിടയിൽ ഒരു സ്ത്രീ, അങ്ങനെ ഒരു കണക്ഷൻ ആവാതിരിക്കാം. പോസിബിൾ. ചിലപ്പോൾ മകനെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു അമ്മ, മനസ്സിലായോ? അങ്ങനെയും ആകാം. അപ്പോൾ ഈ വളരെ കഷ്ടപ്പെട്ട ഈ ഒരു എനർജി കണ്ടുകൊണ്ടാണ് ഇതൊരു അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മകളും തമ്മിലുള്ള ഒരു കണക്ഷനാണ് എന്ന് തോന്നിയത്, എന്നൊരു മെസ്സേജ് ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ ഇവർ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അവരുടെ മകനോ മകളോ അവരെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളായിട്ടല്ല കാണുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള സ്വഭാവം എന്താണ്? ശരിക്കുമുള്ള സ്വഭാവം നമുക്കറിയില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള തേർഡ് പാർട്ടിയുടെ സ്വഭാവം എന്താണ്? തേർഡ് പാർട്ടി എങ്ങനെയുള്ള ആളാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? എംപ്രസ്. വളരെ പണവും പ്രതാപവും ഉള്ള ആളായിട്ട് തന്നെയാണ് നിങ്ങൾ തേർഡ് പാർട്ടിയെ കാണുന്നത്.
തേർഡ് പാർട്ടി ഭയങ്കര എന്താ പറയുക, ഒരു 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 കൺട്രോൾ വെക്കുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അവരുടെ മകൻ്റെയോ മകളുടെയോ മുകളിൽ വളരെയധികം കൺട്രോൾ വെക്കുന്ന ഒരു എനർജിയാണെന്നാണ്. വളരെ എന്താ പറയുക, വളരെ റൂളിങ് കപ്പാസിറ്റി ഉള്ള, മനസ്സിലായോ? ഒരു ചക്രവർത്തിനി എങ്ങനെയായിരിക്കും, അവരുടെ പ്രജകളാണ് എല്ലാവരും, അവരെ കൺട്രോളിൽ നിർത്തുക. പക്ഷേ അവർക്ക് വേണ്ടി നല്ലത് നോക്കുക, നല്ല നോക്കി നടത്തുക, അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് കുറേ നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ ആവശ്യമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ അവർ ഇടപെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അവരുടെ ചിട്ടയനുസരിച്ച് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകണമെന്ന് അവർ ശഠിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കാനും ഇവർ നോക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ ഇവർ ഭയങ്കര സീക്രട്ടീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പുറകിൽ ചരട് വലിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടും നിങ്ങൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവരൊരു നിങ്ങൾക്കൊരു പാരയാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ടോറസ്, ലീബ്ര, സ്കോർപ്പിയോ, പിന്നെയും കാപ്രിക്കോൺ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവരുടെ ഈ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെക്കൻഡ് ഇതായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നില്ല. ഫസ്റ്റ് പ്രയോറിറ്റി ഈ തേർഡ് പാർട്ടിക്കാണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതും നിങ്ങൾക്കൊരു ദേഷ്യമാകുന്നുണ്ട്. അത് ഇവരുടെ കൺട്രോൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ. പക്ഷേ ഒരാളെ നമ്മൾ വളർത്തിക്കൊണ്ട്, ഇപ്പം നിങ്ങളുടെ മക്കളാണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ നോക്കുള്ളൂ. ഇപ്പോൾ ഇത് നിങ്ങളുടെ അമ്മയോ ആവാം, അമ്മായിയമ്മയാവാനാണ് ചാൻസ്, അല്ലെങ്കിൽ മുതിർന്ന ഒരു ചേച്ചിയാവാം. അപ്പോൾ അവരാണ് ഈ സ്ത്രീയെ പുരുഷനെ വളർത്തിക്കൊണ്ടുവന്നെങ്കിൽ അവരെ പഠിപ്പിച്ച ശീലങ്ങൾ അവർക്കിപ്പോഴും ഇയാൾ കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കൺട്രോളും ഈ പേഴ്സൺ അവരോട് വിശ്വാസവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. നിങ്ങൾ കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ മക്കളും ഇതുപോലെ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറും, മനസ്സിലാണ്ട? അപ്പോൾ നിങ്ങളുടെ മരുമകൾക്കോ മരുമകനോ ഇതേ ഫീലിംഗ് വരും. അതാണ്, ഇതൊരു ചക്രമാണ്, സൈക്കിളാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകും. അപ്പം ആരെങ്കിലും ഒരാൾ ഇതിന് ഒരു പരിധി വെക്കണം. ഈ മനസ്സിലായോ? തേർഡ് പാർട്ടി ഒരു അമ്മായിയമ്മയൊക്കെ ആകുമ്പോൾ പ്രായമുള്ളവരാണെങ്കിൽ അവരെ കുറച്ച് നാളും കൂടെ അവരുടെ ആ ജീവിതം അങ്ങനെ അങ്ങ് ജീവിച്ച് തീർക്കട്ടെ എന്നാണ് നമ്മൾ സമാധാനിച്ചു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. മനസ്സിലായോ? പ്രായമുള്ളവരല്ലേ, ആ കുറച്ചൊക്കെ അവരുടെ ഇത് പൊക്കോട്ടെ, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ കാലം മാറും. നമ്മൾ റെസിസ്റ്റ് ചെയ്യും തോറും അതേ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ റെസിസ്റ്റ് ചെയ്യാതെ അങ്ങനെ ആയിക്കോട്ടെ, കുറച്ച് നമ്മൾ വേറെ കാര്യങ്ങൾ മുഴുകൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ഒന്ന് അയയും. ഇതിപ്പോൾ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ പുഷ് ചെയ്യാൻ തുടങ്ങും നിങ്ങളെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഇപ്പം നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്, ഈ പേഴ്സൺ തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യുന്നില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ തേർഡ് പാർട്ടി ഈ ഒരു സ്വഭാവമാണ്, ശരിക്കുള്ള അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ തേർഡ് പാർട്ടിയുടെ ഇങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾ കാണുന്ന ഈ സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും മനസ്സിലാക്കുമോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. യെസ് എന്ന കാർഡ് നോ ആണ് വന്നേക്കുന്നത്. ഈ പേഴ്സൺ ഇവരുടെ ഒപ്പം ജനിച്ച് വളർന്ന ആളാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യാന്ന് പറയുക, നിങ്ങൾ ഈ പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കും. അമ്മ അങ്ങനെ പറയുന്നു, അമ്മ ഇങ്ങനെ പറയുന്നു, നുണയാണ് പറയുന്നത്, ആന ചേന എന്ന് പറഞ്ഞ് സ്വന്തം അമ്മയെക്കുറിച്ച് മകനോടോ മകളോടോ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നത്. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ മകൻ അല്ലെങ്കിൽ ഈ മകള് ജനിച്ചപ്പോൾ തുടങ്ങി ഇവരെ കാണാൻ തുടങ്ങിയത്, ഇവരുടെ സ്വഭാവം ശരിക്കും അറിയാം. ഈ പേഴ്സൺ എന്തുകൊണ്ടായിരിക്കാം ഇവരോട് എതിർക്കാത്തത്? അതൊരു റെസ്പെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാട് കണ്ട് വളർന്ന ഒരാളായതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒന്നും മിണ്ടാത്തത്, അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. വെറുതെ നമ്മളുടെ പേഴ്സൻ്റെ മനസ്സിലും പിന്നെ അവരുടെ ഫാമിലിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ അവരിൽ നിന്ന് അകറ്റാനുള്ള ഒരു ചാൻസ് വരരുത്. ഇവർക്ക് ഈ പേഴ്സൺ ഇതെങ്ങനെങ്കിലും മനസ്സിലാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാർഡ് യെസ് കാർഡ് നോ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം ഈ പേഴ്സൺ അതുപോലെ ഒരു യങ് എനർജി, ചെറുപ്പം തൊട്ടേ ഈ പേഴ്സൺ കണ്ടു വളർന്ന ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾക്ക് സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും സ്വഭാവത്തിലെ ന്യൂനതകളും ശരിക്കുള്ള കാര്യങ്ങളും അറിയാം. പക്ഷേ അവർ നമ്മളുടെ പേരൻസ് അല്ലേ, അപ്പം നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. മനസ്സിലായി? അത്രേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത്. പേഴ്സൺ ഇതിൻ്റെ കാര്യം അറിയാം, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എല്ലാം അറിയാം. നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ്
ഈ പേഴ്സൺ ആകെ ദേഷ്യമാവും, നിങ്ങളോട് ദേഷ്യമാവും. ഇവരെ ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങളെ ഒഴിവാക്കാം. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ രണ്ടു പേർക്കും വിജയമാണ്. അതൊന്നും പരിശീലിച്ച് നോക്കുക. അപ്പോൾ അത് പേഴ്സൺ മനസ്സിലാക്കുമെന്ന് വെച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ യെസ് കാർഡാണത്. ഇതിനർത്ഥം ഈ പേഴ്സണ് ഓൾറെഡി ഈ കാര്യങ്ങൾ അറിയാം, നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ പേഴ്സൺ ഒരു ആക്ഷനും എടുക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. അപ്പോൾ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്ന് നമുക്ക് നോക്കാം. പേഴ്സൺ അറിയാം കാര്യങ്ങൾ, ഓൾറെഡി അറിയാം. എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ അവിടെ? ചിലപ്പോൾ ആക്ഷൻ എടുക്കും എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പേഴ്സൺ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന, ഇപ്പോൾ ഭർത്താവ് മരിച്ച ഒരു അമ്മ വളർത്തിക്കൊണ്ടുവന്ന ഒരു മകനോ മകളോ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയ ഒരു അച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന മകനോ മകളോ, അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർ ഒറ്റയ്ക്കാക്കിയിട്ട്, അല്ലെങ്കിൽ ഒറ്റ മകളോ ഒറ്റ മകനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല, ആരെങ്കിലും ഏൽപ്പിക്കണം. അപ്പോൾ ഇവിടെ ഒരു പരിധി വിട്ടിട്ട്, നിങ്ങളോട് സ്നേഹമില്ലാത്ത ആളല്ല നിങ്ങളുടെ കൂടെയുള്ള പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഇത് ഒരു തരത്തിലും മീൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കും, നിങ്ങളുമായിട്ട് മാറി താമസിക്കുമെന്നാണ് പറയുന്നത്. അതിപ്പോഴുണ്ടാവില്ല. ഈ പേഴ്സൺ ഒരു സമയം വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പ്ലാനിങ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെയും കൊണ്ട് ഈ സ്ഥലത്തുനിന്ന് മാറി താമസിക്കുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇതൊരു കൂട്ടുകുടുംബമായിരിക്കാം, പലരും ഉണ്ടാവും ഇവിടെ. തൽക്കാലം ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വെറുതെ ഈ പേഴ്സണെ വട്ടാക്കാതെ ഈ പേഴ്സൺ തെളിക്കുന്ന വഴിയേ പോയി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ തന്നെത്താനെ ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇതാണ് ആദ്യത്തെ റീഡിങ് കേട്ടോ. ടോറസ് ലീബ്ര ഞാൻ പറഞ്ഞു, സോഡിയാക് സൈൻ സ്കോർപിയോ, കാപ്രിക്കോൺ, സ്കോർപിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരിസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, ലീബ്ര. ഈ കാർഡ് വളരെ, ടോറസ്, ലീബ്ര, സോഡിയാക് സൈൻ വളരെ സ്ട്രോങ് ആണ് ഇവിടെ. അപ്പോൾ ഇതാണ് ആദ്യത്തെ റീഡിങ്. ഇനി നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ് ഇത് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഓവറോൾ എനർജി ഇപ്പോഴത്തെ കേട്ടോ. അത് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണിത്. ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എംബ്രേസ് ഫോർഗിവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി. ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനും, നമ്മളൊരിക്കലും മറക്കരുത് നമ്മളുടെ അനുഭവങ്ങളിൽ, അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുക. പക്ഷേ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വെക്കണം, അതാണ് പറയുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാനും ശ്രമിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജിയാണ് മജീഷ്യൻ. ഈ എനർജി, മജീഷ്യൻ എന്ന് പറഞ്ഞാൽ കൺകെട്ട് വിദ്യക്കാരൻ എന്നാണ് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന എനർജിയാണ് മജീഷ്യൻ. ജെമിനായി സോഡിയാക് സൈൻ ആണ്. അപ്പോൾ വാചാലമായിട്ട് സംസാരിക്കും. ഇത് കുറച്ച് കൂടുതലും കമ്മ്യൂണിക്കേഷൻ കൊണ്ടുള്ള റിലേഷൻഷിപ്പാണിത്. ഇവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളപ്പോൾ പല വലിയ കാര്യങ്ങൾ നടക്കുമെന്നൊരു ചിന്ത ഇവർക്കുണ്ട്. ചിലപ്പോൾ ഒരേ ഐഡിയോളജി വെച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേരായിരിക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ മജീഷ്യൻ വന്നിരിക്കുന്നത് ഭഗവാനെ? എന്നുവെച്ചാൽ ആകാശത്തിരിക്കുന്ന നല്ല കാര്യങ്ങളെ ഭൂമിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്.
അങ്ങനത്തെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർ രണ്ടും പേരും കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഏരീസ് ഒരു എംപറർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ക്വീൻ ഓഫ് വാൻസ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. ക്വീൻ ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി, ഇത് പ്യുവർ തേർഡ് പാർട്ടിയാണ്, പക്ഷെ വളരെ സർപ്പമാണ് ഈ തേർഡ് പാർട്ടി. ഒരു അമ്മയായിരിക്കാം, കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഈ എംപററിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, അത് മാനിപ്പുലേഷൻ വഴി. ഇവിടെയാണ് ശരിക്കുള്ള തേർഡ് പാർട്ടി കണക്ഷൻ. ഒരു വളരെ ചീത്ത, വളരെ ദുഷിച്ച ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിലുണ്ട്, ഒരു തേർഡ് പാർട്ടി. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ മാജിക് പോലെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടി ഭയങ്കര അതിശയമാണ്, കാണാൻ മോശമല്ലാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ അതിസുന്ദരനായ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം ഇത്. നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന, നന്നായിട്ട് സംസാരിക്കുന്ന, എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കുന്ന, എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന ഒരു തേർഡ് പാർട്ടി. വളരെ അസൂയുള്ള, വളരെ കുശുമ്പുള്ള ഒരു തേർഡ് പാർട്ടിയാണിത്. ഈ തേർഡ് പാർട്ടി മറ്റുള്ളവരുടെ സ്വന്തമായിട്ടുള്ള സാധനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പിടിച്ചെടുക്കാൻ ഏത് വഴിയും നോക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു പണിയാണിത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ശരിക്കുള്ള സ്വഭാവം അറിയാമായിരിക്കാം, ഇപ്പം നിങ്ങളോട് പറയാത്തതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ അറിയാമെന്നുള്ള കാര്യം. ഭഗവാനെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? തേർഡ് പാർട്ടി ഒറ്റയ്ക്കിരിക്കുന്ന ഒരു എനർജിയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. തേർഡ് പാർട്ടിക്ക് ഒരു കള്ളത്തരവുമില്ല, എല്ലാം വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു എനർജിയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. കുറേ പോസിറ്റീവ് കാർഡ്സ് ഉണ്ട്, പക്ഷെ എല്ലാം നെഗറ്റീവാണ് വന്നേക്കുന്നത് ഇവിടെ. അപ്പോൾ ഇത് കാർഡ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ഭയങ്കര എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് ഡിവോഴ്സ്ഡ് ആയിരിക്കാം. ഈ പേഴ്സൺ, ഈ തേർഡ് പാർട്ടി ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, സിംഗിൾ മദർ ആവാം, സിംഗിൾ ഫാദർ ആവാം. ഒരാൾ ഡിവോഴ്സ് ആവുന്നത് അത് ഭർത്താവിൻ്റെ പ്രശ്നം കൊണ്ടാവണം എന്നില്ല, ഭാര്യയുടെ പ്രശ്നം കൊണ്ടാവണം എന്നില്ല, സ്വന്തം പ്രശ്നം കൊണ്ടും ആവാം. അത് പക്ഷേ നമ്മൾ ഇവരോട് സിമ്പതിയോ, ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ തലയിലാണ് കുറ്റം. പക്ഷെ ഭാര്യ എന്ത് ചെയ്തിട്ടാണ് ഭർത്താവ് ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതെന്ന് അധികം ആരും ചിന്തിക്കാറില്ല. അപ്പോൾ ഇവിടെ ഈ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്, അയ്യോ ആരും സഹായത്തിനില്ലാത്തൊരു എനർജി, ഒരു കുട്ടിയെയും വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്, അവർക്ക് ആരും സപ്പോർട്ടില്ല, വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ച ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ തൻ്റെടിയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, എനിക്ക് ആരുടെ സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഒരാൾ ഒറ്റയ്ക്ക് ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു സിമ്പതിയുടെ കാര്യം വരുന്നില്ല. കാരണം ഇവർക്ക് അറിയാം എന്താണ് വരുന്നതെന്നല്ലേ. ഇവർ സ്വന്തം ഇഷ്ടത്തിന് അവരുടെ ഇതിനാണ്, അവർക്ക് അറിയാം ഫ്യൂച്ചർ എന്ത് ചെയ്യണം എന്ന്. മനസ്സിലായി, ഞാൻ ജീവിച്ചോളാം എന്ന് ഒരു തൻ്റെ ഇടത്തോടെ ഇറങ്ങുമ്പോൾ പിന്നെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പക്ഷേ നിങ്ങളുടെ പേഴ്സണിൻ്റെ മുമ്പിൽ ഇവർ ഭയങ്കര ഒരു നിഷ്കളങ്കയായ, നിസ്സഹായയായ ഒരു എനർജി, അല്ലെങ്കിൽ നിസ്സഹായനായ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ് ഇവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവർ തമ്മിൽ മുമ്പ് പരിചയമൊന്നുമില്ല. പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഭയങ്കര ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്. ഇവരൊരിക്കലും സന്തോഷം അനുഭവിക്കാത്ത ഒരു എനർജിയാണ്. ഇവരെ ജീവിതം മുഴുവനും നരകമായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ കല്യാണം കഴിക്കാത്ത എന്താണെന്ന് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പാസ്റ്റിലെ റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എന്നൊരു നുണ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ്ലി ഇവരിൽ ഡിപ്പെൻഡൻ്റ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ചില സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഞാൻ, പക്ഷെ ചില സ്ത്രീകളോട് എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവിൻ്റെ സ്വത്ത് മക്കൾക്ക് കിട്ടണം, അതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യാത്തതെന്നാണ് അവർ പറയാറ്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം നശിപ്പിക്കുന്നു, ഭർത്താവിൻ്റെ ജീവിതം നശിപ്പിക്കുന്നു, കുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എപ്പോഴെങ്കിലും കിട്ടാവുന്ന കുറച്ച് സ്വത്തിൻ്റെ പേരിൽ. അപ്പോൾ അത്രയും
ഒരു വിവരമില്ലാത്ത ഒരു എനർജി ആയിട്ടാണ് ഈ തേർഡ് പാർട്ടി ഞാൻ കാണുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ വെർഗോ, ക്യാൻസർ, പിന്നെ സാജിറ്റേറിയസ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? എല്ലാം നെഗറ്റീവ് കാർഡ് വരുന്നുണ്ടോ? പോസിറ്റീവ് എടുക്കാൻ പോകുമ്പോഴും നെഗറ്റീവാണ് വരുന്നത്. പോസിറ്റീവ് കാർഡ് ചിലത് വരുന്നുണ്ട്. വളരെ പ്ലാനിങ്ങോട് ജീവിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. വളരെ മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. മറഞ്ഞു നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുന്നില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും, പക്ഷെ നല്ലോണം കൺട്രോൾ ചെയ്യുന്ന, മറ്റുള്ളവരെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ വീട്ടിൽ ഒരാൾ വരികയാണെന്ന് വിചാരിച്ചു. അപ്പം നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം, ഇപ്പോൾ എവിടെയെങ്കിലും കറയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ വേഗം നമ്മൾ ചോദിക്കാതെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യണം എന്ന് പറയുക. എന്നുവെച്ചാൽ അവർ ചെയ്യുന്ന ഐഡിയോളജി നമ്മളുടെ തലയിലേക്ക് വെക്കുകയാണ്. അവർ നമ്മളോട് ചോദിക്കുന്നില്ല നമുക്കത് വേണോ വേണ്ടേ. അങ്ങനത്തെ ഒരു എനർജിയാണിത്. അവരുടെ ഐഡിയോളജി മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവരെ ഡാൻസ് ചെയ്യിപ്പിക്കാനും ട്രൈ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സണ്, തേർഡ് പാർട്ടി ഒരു മറയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ്. വളരെ പ്ലാനിങ്ങോട് കൂടെയുള്ള ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. പക്ഷെ വളരെ പതുക്കെ മൂവ് ചെയ്യുന്നത്, ആൾക്കാർക്ക് ആർക്കും പിടികൊടുക്കാതെ വളരെയധികം മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരു തേർഡ് പാർട്ടി. വളരെ സ്വാർത്ഥതയുള്ള, സ്വന്തം കാര്യത്തിൽ മാത്രം ഉദ്ദേശം വെക്കുന്ന ഒരാളായിട്ടാണ് തേർഡ് പാർട്ടിയെ നിങ്ങൾ കാണുന്നത്. വളരെ ഡോമിനേറ്റിംഗ് ആണ്, വളരെ കൺട്രോളിംഗ് ആണ് തേർഡ് പാർട്ടി. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയല്ല ഇവരെ കാണുന്നത്. കാരണം ഇവരെന്താണോ നിങ്ങളുടെ പേഴ്സണോട് പറയുന്നത്, എന്താണോ ഇവരുടെ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണ് മീൻസ് പേഴ്സണിൻ്റെ മുമ്പിൽ ഇവർ അഭിനയിക്കുന്നത്, അത് തന്നെയാണ് ഈ പേഴ്സൺ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയെ ക്ലിയർ ആയിട്ട് അറിയാം. തേർഡ് പാർട്ടിയുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക്, വളരെ സ്വാർത്ഥതയുള്ള ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. അപ്പോൾ ഇവിടെ അക്വേറിയസ് ഉണ്ട്, ഏരീസ് ഉണ്ട്. ഏരീസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് റീഡിങ്ങിൽ വരുന്നുണ്ട്. വളരെയധികം മൈൻഡ് ഗെയിംസ് കളിക്കുന്ന, വെച്ചാൽ കോമ്പറ്റീഷൻ, എപ്പോഴും ഒരു കോമ്പറ്റീഷനാണ് ഇവർക്ക് ജീവിതത്തിൽ. കോമ്പറ്റീഷനിൽ എപ്പോഴും ഇവർക്ക് ജയിക്കണം. ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാം തട്ടിപ്പെറിപ്പിച്ച് നിങ്ങളുടെ മക്കൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് ഈ തേർഡ് പാർട്ടിക്കും തേർഡ് പാർട്ടിയുടെ മക്കൾക്കും നിങ്ങളുടെ സ്വത്ത് മുഴുവൻ കിട്ടണം. നിങ്ങളുടെ പേഴ്സണെ മുഴുവനായിട്ട് എടുക്കണം. ഇവർക്ക് ഷെയറിങ്ങിൽ വിശ്വാസമില്ല. അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചെടുക്കുന്ന സ്വഭാവമാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ സ്വഭാവം എന്തെങ്കിലും മനസ്സിലാക്കുമോ? തേർഡ് പാർട്ടിയുടെ ശരിക്കുള്ള സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും മനസ്സിലാക്കുമോ? യെസ് ആണ്. ഒരു ലവേഴ്സ് കാർഡാണ് ഇവിടെ വരുന്നത്, സോൾമേറ്റ് കണക്ഷൻ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുടെ ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര കണക്റ്റഡ് ആണ് ഇവരോട് സോൾമേറ്റ് കണക്ഷൻ ആണ്. ഇവർ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നൊരു വിശ്വാസമാണ് നിങ്ങളുടെ പേഴ്സണ്. കാരണം ഇവർ എപ്പോഴും നിങ്ങളുടെ പേഴ്സണോട് തമാശ പറയും. എല്ലാവരും ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മനസ്സിലായ? ശരിക്കുള്ള ജീവിതത്തിൽ നമ്മൾക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ തേർഡ് പാർട്ടി അതിൽ ഇമ്പോർട്ടൻ്റ്. ഒരു കോമഡി എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു തേർഡ് പാർട്ടി എനർജിയാണത്. അപ്പോൾ പൊതുവേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇവരെ. എന്നുവെച്ചാൽ എപ്പോഴും തമാശ പറയുന്ന എനർജി. പക്ഷേ മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടും അവർ തമാശ പറയും. 2-3 പേരുണ്ടെങ്കിൽ മൂന്നാമത്തെ ആളെ കളിയാക്കിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ മുമ്പിലിരുന്ന് ഇവർ ചിരിപ്പിക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നില്ല, മറ്റേ ആളെ കളിയാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കളിയാക്കുകയാണ് ഇവർ എന്നൊരു ബോധം നിങ്ങളുടെ പേഴ്സണ് വരാറില്ല. പക്ഷെ ഇവർ മറ്റുള്ളവരെ നല്ലോണം കളിയാക്കുന്ന ഒരു എനർജിയാണ് ഇവർ. ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ പേഴ്സണും അവരുമായിട്ട് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണെന്നാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് ഈ തേർഡ് പാർട്ടിയുടെ സ്വഭാവം മനസ്സിലാകും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇവരെ ചൂസ് ചെയ്യും. മനസ്സിലായോ? അത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ, ആ എനർജിയെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒബ്സസ്ഡ് ആയി മാറും നിങ്ങളുടെ പേഴ്സൺ. ഇത് ജെമിനായി സോഡിയാക് സൈൻ ആണ്. പിന്നെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? മനസ്സിലാക്കും ഈ പേഴ്സൺ. അപ്പോൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ തേർഡ് പാർട്ടിക്ക് എതിരായിട്ട്, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിന് എതിരായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ? എന്തായത്? എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ?
യെസ് കാർഡാണ്. ആക്ഷൻ എടുക്കും. ഒരു ന്യൂ പ്രോജക്റ്റ്. വിൽ പവർ, ഡിസയർ, പവർ, പൊട്ടൻഷ്യൽ ബിഗിനിങ്. നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായാലും നിങ്ങളുടെ പേഴ്സൺ എന്താണ് വിചാരിക്കുന്നത് അറിയാം. എന്നോട് അങ്ങനെയല്ല, മറ്റുള്ളവരോടൊക്കെ തേർഡ് പാർട്ടി എങ്ങനെയാണ് പെരുമാറുന്നത് ഇങ്ങനെ ആയിരിക്കാം. പക്ഷേ എന്നോട് അങ്ങനെയല്ലല്ലോ. തേർഡ് പാർട്ടി എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നനുസരിച്ചല്ലേ ഞാൻ അവരോട് പെരുമാറേണ്ടത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കാൻ പോകുന്നത്. അതാണ് ലവേഴ്സും ഏസ് ഓഫ് വാൻസും വന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് തേർഡ് പാർട്ടി എന്ത് ആക്ഷനാണ് എടുക്കുക എന്ന് നമുക്ക് നോക്കാം. ലവേഴ്സാണ് വന്നത്. നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? തേർഡ് പാർട്ടി മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നോട് തേർഡ് പാർട്ടി ഇങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പം ഞാൻ തേർഡ് പാർട്ടി എന്തിനു ഉപേക്ഷിക്കണം? അതാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കാൻ പോകുന്നത്. പേഴ്സൺ എടുക്കുന്ന ആക്ഷൻ ഇതായിരിക്കും. നിങ്ങളോട് ഫൈറ്റ് ചെയ്യും, കോമ്പറ്റീഷൻ. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ അറിയുകയാണ് തേർഡ് പാർട്ടി ലൈഫിൽ വേറെ ആളുകളുണ്ട് എന്നറിയണമെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഒരു കോമ്പറ്റീഷനിലേക്ക് പോകും. എന്നിട്ട് തേർഡ് പാർട്ടിയെ വിന്ന് ചെയ്യാൻ നോക്കും. തേർഡ് പാർട്ടിയുടെ സ്നേഹം പിടിച്ചെടുക്കാൻ നോക്കും നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് ഒരു ആക്സെപ്റ്റ് ചെയ്യും. തേർഡ് പാർട്ടി എങ്ങനെയായാലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ആക്സെപ്റ്റ് ചെയ്യും. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അവസാനം. തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കില്ല നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലാവുന്നുണ്ട്? തേർഡ് പാർട്ടി ആൾ ഭയങ്കര വില്ലത്തിയാണ്. അപ്പോൾ വില്ലത്തിയോ വില്ലനോ ആണ്. തേർഡ് പാർട്ടിയെ ആക്സെപ്റ്റ് ചെയ്യും ഫൈനലി, കേട്ടോ. ഇവിടെ ഉപേക്ഷിക്കില്ല തേർഡ് പാർട്ടിയെ. നിങ്ങൾക്കതൊരു പണിയാണ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഇത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജിയാണ്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാൻ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭവാനെ ഭവാനെ ശിവായ. ഓക്കെ, ഇവിടെ ഒരു കാർഡാണ് വന്നേക്കുന്നത്. ഓം, യൂണിവേഴ്സൽ സൗണ്ട് ഓം. ഇത് ഓം എന്ന മന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത്. അത് നമ്മളുടെ മനസ്സ് ക്ലിയർ ആക്കും. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്താണ് സംഭവിക്കുന്നത്, എന്താണ്. ചിലപ്പോൾ നമ്മളുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ മനസ്സിലാക്കില്ല, എന്നുവെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളുടെ മുമ്പിൽ തന്നെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് നടക്കുന്നുണ്ടാവാം, മനസ്സിലായോ? പക്ഷെ നമുക്ക് അങ്ങോട്ട് തിരിച്ചറിവ് കിട്ടില്ല അവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആണ് നടക്കുന്നതെന്ന്. അപ്പോൾ അതാണ് ഓം, എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി ഷെയറിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഇത് വളരെ ഓപ്പൺ ആയ ഒരു റിലേഷൻഷിപ്പ് ആണല്ലോ, എല്ലാവർക്കും അറിയുന്ന റിലേഷൻഷിപ്പാണ്. വളരെ ഓപ്പൺ ആയിട്ടാണ് തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ രസം എന്താണെന്ന് വെച്ചാൽ, രസമല്ല, ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഇപ്പോൾ സ്വന്തം, ചിലരെങ്ങനെയാണ് തേർഡ് പാർട്ടി കണക്ഷൻ വരുമ്പോൾ തേർഡ് പാർട്ടിക്ക് വാരിക്കോരി ചിലവാക്കും. സ്വന്തം ഫാമിലിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. സ്വന്തം ഫാമിലിക്ക് വേണ്ടി ചിലപ്പോൾ ഏതു നേരവും തേർഡ് പാർട്ടി കണക്ഷൻ കാരണം വഴക്കിടുന്ന ഭാര്യയാണോ ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും കൊടുക്കില്ല, തേർഡ് പാർട്ടിക്ക് വാരിക്കോരി കൊടുക്കും, അതും നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. വളരെ ചീത്തയായ ഒരു ക്യാരക്ടർ ഇവിടെ കാണിക്കുന്നുണ്ട്. വളരെ വളരെ ക്രൂവലായ ഒരു ക്യാരക്ടർ. അതിൽ അഹങ്കാരം കാണിക്കുന്ന ഒരു എനർജി.
ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ്. അതുപോലെ ചാരിയറ്റ്. ഒരു പ്രോഗ്രസ് വേണം, തേർഡ് പാർട്ടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് കേട്ടോ. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ക്യാൻസർ. അപ്പോൾ തേർഡ് പാർട്ടി കണക്ഷനുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഈ പേഴ്സൺ തരുന്നില്ല. നിങ്ങൾക്ക് തരേണ്ടത് പോലും തേർഡ് പാർട്ടിയുടെ സൈഡിലേക്കാണ് പോകുന്നത്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് എപ്പോഴും, തേർഡ് പാർട്ടിയുടെ കാര്യം വെച്ചിട്ട് നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ ഇങ്ങനെ പെരുമാറുന്നത്. വളരെ ക്രൂരമായ ഒരു എനർജിയാണിത്. ഓക്കെ, തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എപ്പോഴും നമുക്ക് നമ്മളെ എങ്ങനെ നമ്മളുടെ ഭർത്താവോ ഭാര്യയോ ട്രീറ്റ് ചെയ്യുന്നത്, അത് നമ്മളെ മീൻസ് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മളുടെ മക്കളോട് അങ്ങനെ ഒരു പെരുമാറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് കാര്യമില്ല. അത് ആദ്യം ആൾക്കാർ മനസ്സിലാക്കുക. മനസ്സിലാവുണ്ടോ? കാരണം മക്കളുടെ ഉത്തരവാദിത്തം പാരൻസിൻ്റെതാണ്. ഇപ്പോൾ ഒരു പാരൻറ്റ് മക്കളോട് അങ്ങനെ ഇതായിട്ട് പെരുമാറുമ്പോൾ മറ്റേ പാരൻറ്റ് അതിനെ എതിർക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു ഇരട്ട താപ്പ് കാണിക്കുന്ന പോലെ ഒരു സ്വഭാവം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി വെച്ചേക്കുന്നത്, ഈ പേഴ്സണോട് മറ്റുള്ളവരെല്ലാം തേർഡ് പാർട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. തേർഡ് പാർട്ടിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, മറ്റുള്ളവരെ വശീകരിക്കാൻ കഴിവുള്ള ഒരു തേർഡ് പാർട്ടിയാണിത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് സംസാരിക്കരുത്, തേർഡ് പാർട്ടിയോട് കണക്ഷൻ അധികം വെക്കരുത്, അവരുടെ വീട്ടിൽ പോകരുതെന്ന് നിങ്ങളുടെ പേഴ്സണോട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പലരും എതിർത്ത് നിന്നിട്ടും അതിനെയൊക്കെ അവഗണിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടുള്ള കണക്ഷൻ തുടങ്ങിയത് കേട്ടോ. അവരോടൊരു അട്രാക്ഷൻ. അപ്പോൾ ഇതൊരു ചാലഞ്ച് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ എടുത്തത്. മനസ്സിലായോ? ആദ്യമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടംപോലെ പൈസ ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത്. മനസ്സിലായോ? അപ്പോൾ അത് ഇവർക്ക് മീൻസ് ഇവരുടെ മുമ്പിൽ ഒരു വലിയ ആളാവണം, ഒരു നല്ല പിള്ള ചമയണം എന്ന് വെച്ചിട്ടാണ് ഇവരുമായിട്ടൊരു കണക്ഷൻ തുടങ്ങിയത്. അപ്പോൾ ഇവരോട് സിമ്പതി ഒന്നുമല്ല, പക്ഷേ ഒരു വാശിയാണ്. നിങ്ങളോടുള്ള വാശിയാവാം, ഇവരുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടുള്ള വാശിയാകാം. പിന്നെ ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഈ തേർഡ് പാർട്ടി വന്ന് കയറണം എന്ന് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ ഇത് അഹങ്കാരമാണ്. നിങ്ങളുടെ പേഴ്സൺ നല്ല അഹങ്കാരമുണ്ട്. തേർഡ് പാർട്ടി ഈ സ്വയമേ പൈസ ഉള്ളൊരു ഇതായതുകൊണ്ട് ഭയങ്കര അഹങ്കാരമുണ്ട് നിങ്ങളുടെ പേഴ്സണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു അഹന്ത, മറ്റുള്ളവർ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം, എനിക്ക് എൻ്റെതായ പൈസയുണ്ട്, എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ തേർഡ് പാർട്ടി എങ്ങനെയും ആയിക്കോട്ടെ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരു തേർഡ് പാർട്ടിയാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സണിൻ്റെയും തേർഡ് പാർട്ടിയുടെയും സ്വഭാവം ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് പൈസ അടിക്കുകയാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. നിങ്ങളുടെ പേഴ്സൺ അത് അറിയാം. പക്ഷേ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നത് കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് ഒരു കുറ്റബോധവും ഇല്ല തേർഡ് പാർട്ടിയുടെ അടുത്ത് പോകുന്നതും അവർക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നതിനും. അവർക്ക് മക്കളൊക്കെ ഉള്ളതാണ് തേർഡ് പാർട്ടിക്ക്. അപ്പോൾ മറ്റുള്ളവർ ഇവരെക്കുറിച്ച് പറയുന്നത് വെറുതെ പറയുന്നതാണെന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു വിശ്വാസം. മനസ്സിലായോ? നിങ്ങൾ പറയുന്നത് പോലൊന്നും കാണുന്നില്ലല്ലോ ഇവരല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കേട്ടോ. നിങ്ങൾക്ക് മീൻസ് നിങ്ങളുടെ ഫാമിലിയിലുള്ള പൈസ മുഴുവനും വിറ്റ് തീർക്കുക, അത് ഉപയോഗം ചെയ്ത് തീർക്കുക. ഇതാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും കിട്ടേണ്ട പൈസയാണ് തേർഡ് പാർട്ടിക്ക് വേണ്ടി ഈ പേഴ്സൺ ചിലവാക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ വെർഗോ പൈസസ് ഉണ്ട്, സ്കോർപിയോ ഉണ്ട് സ്ട്രോങ് ആയിട്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ഉപദേശം ഒന്നും നിങ്ങളുടെ പേഴ്സൺ കേൾക്കുന്നില്ല.
അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയുടെ സ്വഭാവം അറിയാം. അപ്പോൾ തേർഡ് പാർട്ടി ഉഴപ്പായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ കൺട്രോളിലാണ് തേർഡ് പാർട്ടി എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? തേർഡ് പാർട്ടി ഭയങ്കര ബാഡ് ലക്ക് ആണെന്നാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇവർ മറ്റുള്ളവരുടെ പലരുടെയും ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് ഈ തേർഡ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെ, മറ്റുള്ളവരുടെ പലരുടെയും ജീവിതം ഇവർ നശിപ്പിച്ചിട്ടുണ്ട് ഈ തേർഡ് പാർട്ടി. അപ്പോൾ ഇവർക്ക് കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെയും കൂടെ കാര്യം എല്ലാം, മക്കളുടെ ചിലവെല്ലാം നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ നിൽക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു മിനിറ്റ്, ഞാൻ പൂച്ചക്കുട്ടി ഇവിടെയാണ്. പൊറ്റു പോകണം, ആ ഡിക്കിക്ക് പോകണം. പൊറ്റു പൊച്ചു പൊച്ചു പൊച്ചു. നിങ്ങൾ വിചാരിക്കുന്നത് അവരുടെ പ്രായപൂർത്തിയായ പെൺമക്കളുണ്ട് അവർക്ക്. അപ്പോൾ അതും കൂടെ കണ്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിൽക്കുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവരുടെ ആരോ മരിച്ചിട്ടുണ്ട്, ഭർത്താവോ മരിച്ച്, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവർക്ക്. കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ചിലവ് കഴിയണം, അവരുടെ ഫ്യൂച്ചർ നോക്കണം, എഡ്യൂക്കേഷൻ നോക്കണം. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ തന്നെ വശീകരിച്ചെടുത്തേക്കുന്നതെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പൈസയുണ്ട് ഈ പേഴ്സൻ്റെ കയ്യിൽ. അതുപോലെ തന്നെ ആരെങ്കിലും ഒന്ന് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് വേണ്ടി എന്തും അടിയറ വയ്ക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് അങ്ങനെ ആരോടും സ്നേഹമില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ ഇവർ എല്ലാവരോടും അഭിനയിക്കുന്നതാണ്. അവരുമായിട്ട് ഏത് ആൾ വന്നാലും ആ പേഴ്സൺ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതാണ് തേർഡ് പാർട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന, ഭയങ്കരമായിട്ട് സ്വാർത്ഥതയുള്ള ഒരു എനർജി ആയിട്ടാണ്, ആരെയും സ്നേഹിക്കാത്ത, ആരോടും ഒരു സെൻറ്റിമെൻറ്റ്സും ഇല്ലാത്തൊരു എനർജിയാണ് തേർഡ് പാർട്ടി. കാരണം അവർക്ക് അവരുടെ ഫാമിലിയുടെ നിലനിൽപ്പാണ് വലുത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി എടുത്തേക്കുന്നത് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. തേർഡ് പാർട്ടി അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൊരു എനർജിയാണ് കേട്ടോ. ഇവർ കുറേ ആളുകളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് ഇവർ. അങ്ങനത്തെ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. ഈ കാര്യം നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും മനസ്സിലാക്കുമോ? അതാണ് നമുക്ക് നോക്കേണ്ടത്. ഇല്ല, നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും മനസ്സിലാക്കില്ല. നിങ്ങളുടെ പേഴ്സൺ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ശുദ്ധ മണ്ടനാണ്, അല്ലെങ്കിൽ മണ്ടിയാണെന്ന് പറയാം നമുക്ക്. കാരണം ആരെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞാൽ അവരോടെല്ലാം നിങ്ങളുടെ പേഴ്സൺ വഴക്കിടും. മനസ്സിലായോ? അടി ഉണ്ടാക്കും അവരായിട്ട്. അങ്ങനെയല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ്. നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല തേർഡ് പാർട്ടി എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഈ പേഴ്സൺ ഒരിക്കലും തേർഡ് പാർട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കില്ല, മരണം വരെ മനസ്സിലാക്കില്ല. ഓക്കെ, തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ നിങ്ങളുടെ പേഴ്സൺ? യെസ് കാർഡാണ്, നോ ആണ് വന്നേക്കുന്നത്. ഇത് ലിയോ, ഹാപ്പിനെസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി പോലെയാണ്. മനസ്സിലായി? സ്നേഹം കിട്ടാത്തൊരു കൊച്ചുകുട്ടി. അപ്പോൾ തേർഡ് പാർട്ടി കൊടുക്കുന്ന സ്നേഹം അത് സത്യമാണെന്ന് വിശ്വസിച്ചാണ് തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത്. നിങ്ങളത് ചെയ്യുന്നില്ല, നിങ്ങൾ എതിർക്കുന്നുണ്ട്, എപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ട്, എപ്പോഴും വഴക്കിടുന്നുണ്ട്. തേർഡ് പാർട്ടി അത് ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നിങ്ങളുടെ പേഴ്സൺ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ, ഇവർ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെതിരായിട്ട് ഒരു ആക്ഷനും നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും എടുക്കില്ല എന്നാണ് പറയുന്നത്. ഇത് ലിയോ സോഡിയാക് സൈൻ ആണ്. സ്കോർപിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, വെർഗോ, പൈസീസ്, സ്കോർപിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും, നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.